എത്ര വിക്കിയാലും ഏറ്റവും ലൗഡായി ഞാൻ കേൾക്കുന്നത് നിന്റെ ശബ്ദം. ഇടയ്ക്കൊക്കെ തപ്പി തടഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു തീർക്കും. അന്ന് ആദ്യം കേട്ടപ്പോഴേ നിന്റെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ അത് കേൾക്കാൻ വേണ്ടി മാത്രം എത്ര തവണ നിന്റെ പുറകെ നടന്നെന്നറിയോ. കേട്ട് കേട്ട് അത് വലിയ ഇഷ്ടായി. അത് തെറ്റായി പോയല്ലേ? എന്റെ ഈ കുറവ് ഞാൻ ഓർത്തില്ല. ഇത് ലൈഫ് ലോങ് ഇങ്ങനെയായിരിക്കും. നിനക്കിതൊരു പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേ. ബാലൻ എന്താ ഇങ്ങനെ വീട്ടില്? I love you. What? Love you. ആ ക്യാമറ കൈ കിട്ടുക മുതൽ തന്നെ കണ്ടുപിടിക്കാൻ ഞാനും ഉമ്മറും കാട്ടിക്കൂട്ടിയതൊക്കെ യു ഹാവ് നോ ഐഡിയ. ആദ്യം ഒരു ടൈം പാസ് ആയിരുന്നു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയി തന്നെ കണ്ടു, അടുത്തു. തന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഐ ലവ് യു. ഓ, എന്നെ ഇങ്ങനെ നോക്കല ഐഷ, ഞാൻ മരിച്ചു. ഓ, ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് എൻ്റെ അവസ്ഥ. വെള്ളമില്ലാതെ, ഊണുറക്കമില്ലാതെ ഒരു 100 വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനക്ക്. അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു. എന്റെ വീട്ടുകാർ വന്നതിന് തലേന്നതിന് മുമ്പ് ഞാൻ പറയാം. I love you, Aisha. ഇപ്പൊ ഇങ്ങോട്ടൊന്നും പറയണ്ട. നന്നായി ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഇഷ്ടാന്ന് മാത്രം പറഞ്ഞാൽ മതി. മായയുടെ പ്രശ്നം തന്നെയാണ് എന്റെയും. ലോകത്തിലെ 90% ആളുകൾക്കുള്ളതാ ഈ കോംപ്ലക്സ്. അതിലൊരാൾ മായയായിരുന്നു, മറ്റൊരാൾ ഞാനും. ആരെയും കുറ്റപ്പെടുത്താനില്ല. നമ്മുടെ ഇടയിൽ സൗഹൃദം പറഞ്ഞ് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ടിനെ കളിച്ചതാ നമുക്ക് രണ്ടുപേർക്കും പറ്റിയ തെറ്റ്. എല്ലാവരും ഈ മ്യൂസിയത്തിലേക്ക് വരുന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനാ. സമയം ഇനി വൈകിട്ടില്ല, തിരിഞ്ഞു നോക്കാം. എന്റെ കാര്യം പോട്ടെ, നിങ്ങൾ എന്തിനാ ഒളിച്ചിരുന്നത്? നിങ്ങൾ ഒടുക്കത്തെ ഗ്ലാമർ അല്ലേ? സ്മാർട്ട് ബോയ്.